Why Bible Society? Why we need to participate in the ministries of the Bible Society and how we can participate in the ministries. എന്തുകൊണ്ട് ബൈബിൾ സൊസൈറ്റി? എങ്ങനെ ബൈബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളിൽ നമുക്ക് ഭാഗമാകാം? നമ്മൾ അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമാകേണ്ടത് അതിൻ്റെ ആവശ്യമെന്താണ്? ഈ വിഷയമാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഒരുമിച്ച് ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കാണുവാനായിട്ട് ദൈവനാമത്തിൽ ക്ഷണിക്കുന്നു. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ഓക്സിലറിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപുരസ്സരം സ്വാഗതം ചെയ്യുന്നു. ബൈബിൾ സൊസൈറ്റിയുടെ ഒരു സ്പെഷ്യൽ എപ്പിസോഡുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ ഫോം ചെയ്തതിന് ശേഷം ഇന്ന് 213 വർഷം നമ്മൾ ഒരുമിച്ച് പിന്നിടുകയാണ്. പ്രത്യേകിച്ച് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ 1804 മാർച്ച് മാസം 7-ാം തീയതി ഇംഗ്ലണ്ടിൽ ബൈബിൾ സൊസൈറ്റി, യുണൈറ്റഡ് ബൈബിൾ സൊസൈറ്റി എന്നുള്ള തലക്കെട്ടിൽ തുടക്കം കുറിച്ചു. അതിനുശേഷം 1811 കൽക്കട്ടയിൽ ഇന്ത്യയുടെ ബൈബിൾ സൊസൈറ്റി തുടക്കം കുറിക്കുകയാണ്. ഇതിനെല്ലാം കാരണമായി തീർന്നത് മേരി ജോൺസ് എന്ന് പറയുന്ന ഒരു പിഞ്ചു ബാലികയും അവളുടെ ദൈവവചനത്തോടുള്ള അതിയായ ആഗ്രഹവും ഒരു ദൈവത്തിന്റെ വചനം അവളുടെ ഹൃദയഭാഷയിൽ കരസ്ഥമാക്കുവാൻ വേണ്ടിയിട്ട് 6 വർഷം അധ്വാനിച്ച് ആ തുകയുമായിട്ട് 40 കിലോമീറ്ററോളം നടന്ന് ബൈബിൾ കരസ്ഥമാക്കിയ ഒരു പിഞ്ചു പെൺകുട്ടി അവളുടെ ചരിത്രത്തിൽ നിന്ന് പ്രചോദനം ഏറ്റെടുത്താണ് ബൈബിൾ സൊസൈറ്റിയുടെ തുടക്കം. ഇന്ന് 200-ൽ പരം രാജ്യങ്ങളിലായിട്ട് 154ഓളം ബൈബിൾ സൊസൈറ്റീസ് ഈ ലോകത്തിൽ ഉണ്ട്. അതിൽ തന്നെ വളരെ പ്രാചീനമായിട്ടുള്ളതും വളരെ നിർണായകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതുമായിട്ടുള്ള ഒരു ബൈബിൾ സൊസൈറ്റിയാണ് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ന് ഭാരതത്തിലുടനീളമായിട്ട് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യക്ക് 17 ഓക്സിലറികളിലായിട്ട് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ബൈബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ 3 ചോദ്യങ്ങളാണ് ഇൻട്രോയിൽ ഞാൻ ഒരുമിച്ച് നമ്മൾ ചോദിക്കാനായിട്ട് ആഗ്രഹിച്ചത്. വൈ ബൈബിൾ സൊസൈറ്റി? എന്തുകൊണ്ട് ബൈബിൾ സൊസൈറ്റി? അതിന് നമുക്കൊരു ഉത്തരം കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് അതിന് ഉത്തരം പറയുവാനായിട്ട് നമുക്ക് ഇടയായി തീരും. ദൈവത്തിന്റെ വചനം സകലരിലേക്കും എത്തിക്കുക എന്നുള്ള ദൗത്യം കർത്താവ് നമുക്ക് നൽകിയത് കൊണ്ടാണ് ബൈബിൾ സൊസൈറ്റി ഉണ്ടായതും അത് ഇന്നും 213 വർഷങ്ങളായിട്ട് നിലനിന്നുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് മാത്രമാണ്. ബൈബിൾ സൊസൈറ്റിയുടെ പരമപ്രധാനമായ മോട്ടോ എന്ന് പറയുന്നത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം, എബ്രായ, ഗ്രീക്ക്, അരാമ്യ ഭാഷകളിൽ എഴുതപ്പെട്ടതായിട്ട് ദൈവത്തിന്റെ വചനം മൂലഭാഷയിലെ അർത്ഥം ഒട്ടും തന്നെ ചോർന്നു പോകാതെ അവരവരുടെ ഹൃദയഭാഷയിൽ അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാകാവുന്ന മറ്റേതെങ്കിലും ഒരു ഉപഭാഷയിൽ അവർക്ക് ഏറ്റവും താങ്ങാവുന്ന വിലയ്ക്ക് ആകർഷകമായ രീതിയിൽ പ്രിന്റ് ചെയ്തെത്തിച്ചു കൊടുക്കുക എന്നുള്ള വലിയ ദൗത്യം. 3 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു ഹൃദയഭാഷയിൽ അല്ലെങ്കിൽ ഒരു മറ്റു ഉപഭാഷയിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർക്ക് താങ്ങാവുന്ന വിലയ്ക്ക് ആകർഷകമായ രീതിയിൽ പ്രിന്റ് ചെയ്ത് എത്തിച്ചു കൊടുക്കുക. ആ ദൗത്യത്തിലാണ് നമ്മൾ ഒരുമിച്ച് അണിനിരക്കുന്നത്. അതുകൊണ്ടാണ് ബൈബിൾ സൊസൈറ്റി നിലനിൽക്കുന്നത്. മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനമാണ് ബൈബിൾ സൊസൈറ്റിയുടെ കാതൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് വളർന്നുകൊണ്ട് ഇരിക്കുന്നു. ഇത് ഇറ്റ്സ് എ ഹാൻഡ് മെയ്ഡ് ഓഫ് ഓൾ ചർച്ചസ് ഇൻ ഇന്ത്യ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയിലെ എല്ലാ സഭകളുടെയും കൂടെ ഒരു വലിയ കൂട്ടായ്മയുടെ രൂപമാണ് ബൈബിൾ സൊസൈറ്റിയിൽ കാണാനായിട്ട് നമുക്കിടയായിട്ട് തീരും. എന്തുകൊണ്ട് നമ്മൾ ഈ ബൈബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമാകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. കർത്താവ് നമ്മളോട് കൽപ്പിച്ച കൽപ്പന നിറവേറ്റുവാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് ഇതിന്റെ ഭാഗമായി തീരുന്നു. അതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. ദൈവത്തിന്റെ തിരുവചനമാണ് ഈ ലോകത്തിലേക്ക് വെച്ച ഏറ്റവും വലിയ സുവിശേഷം. ദൈവത്തിന്റെ വചനം വിതരണം ചെയ്യുക എന്നുള്ളതാണ് ഈ ലോകത്തിലേക്കും വെച്ച ഏറ്റവും വലിയ സുവിശേഷ വേല എന്ന് പറയുന്നത്. അപ്പം ബൈബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ പങ്കുകാരാകുമ്പോൾ ഈ 2 കാര്യങ്ങൾ ഒരുപോലെ നിർവഹിക്കപ്പെടുന്നു. അതുകൊണ്ട് നമ്മൾ ഈ ദൈവവചനം എല്ലാവരിലേക്കും എത്താൻ വേണ്ടി ഒരുമിച്ച് അണിനിരക്കണം. കേരള ബൈബിൾ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മോട്ടോ എന്ന് പറയുന്നത് കേരളത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും ഒരു ബൈബിള് കരസ്ഥമാക്കാനായിട്ട് അവരെ സഹായിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യമാണ് നമുക്കുള്ളത്. അതിൽ നമ്മൾ ഒരുമിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ നമുക്ക് ഒരുമിച്ച് അണിനിരക്കാം. ഹൗ യു ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മിനിസ്ട്രീസ് ഓഫ് ദ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ? എങ്ങനെ നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമായിട്ട് തീരുവാനായിട്ട് സാധ്യമായി തീരും? അനേക കാര്യങ്ങൾ നമ്മൾ അതിന്റെ പിന്നിൽ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സഭകളും ഒരുമിച്ച് ചേർന്ന് കേരളത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇന്ന് 151 ബ്രാഞ്ചുകളും 29 റീജിയൻസുമായിട്ട് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ സഭാ വ്യത്യാസങ്ങളില്ല, യാതൊരു വ്യത്യാസങ്ങളും ഇല്ലാതെ തിരുവചനം എന്ന അടിസ്ഥാന ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഒരുമിച്ച് നിലനിൽക്കുന്നത്. അപ്പോൾ ഒരു കണ്ണികളായിട്ട് ദാറ്റ് ദേ ഓൾ മേ ബി വൺ, അവരെല്ലാവരും ഒന്നായി തീരേണ്ടതിന് എന്നുള്ള കർത്താവിന്റെ പ്രാർത്ഥന അന്വർത്ഥമാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്ന അവസരത്തിൽ ഇതിന്റെ കണ്ണികളാകാനായിട്ട് അനേകം സാധ്യതകൾ നമുക്കുണ്ട്.
ഇന്ന് മലയാള ഭാഷയിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഏതാനും പ്രോഗ്രസ്സും കൂടെ പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിക്കുകയാണ് പ്രിയമുള്ളവരെ. ഇന്ന് നമ്മൾ ഒരുമിച്ച് 213 വർഷം ഇന്നത്തെ ഈ ദിനത്തിൽ പിന്നിടുന്ന അവസരത്തിൽ കഴിഞ്ഞ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് അനേകം പുരോഗതികൾ നമുക്ക് ഒരുമിച്ച് മുന്നേറാനായിട്ട് ദൈവത്തിന്റെ വചനത്തിന്റെ ട്രാൻസ്ലേഷൻ നമുക്ക് സാധ്യമായി തീർന്നു. കഴിഞ്ഞ വർഷം നമുക്ക് 195 ട്രാൻസ്ലേഷൻ പ്രോജക്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ സമയത്ത് നമുക്ക് 213ാമത്തെ വർഷത്തിലായിരിക്കുമ്പോൾ 110 ലൈവ് ട്രാൻസ്ലേഷൻ പ്രോജക്റ്റുകൾ നമുക്കുണ്ട്. കഴിഞ്ഞ വർഷം നമുക്ക് 15 ബ്രെയിലി ബൈബിൾ ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ 22 ബ്രെയിലി ബൈബിൾ സ്വന്തമായിട്ട് നമുക്ക് ഉണ്ട് എന്നുള്ളത് ഏറ്റവും അഭിമാനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓഡിയോ ബൈബിളാണ്. നമുക്ക് 89 വെറൈറ്റീസിലായിരുന്നു ഓഡിയോ ബൈബിൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 69 ഭാഷകളിലായിട്ട് 101 വെറൈറ്റീസിൽ ഓഡിയോ ബൈബിൾ നമുക്ക് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യക്ക് ഉണ്ട്. ഇങ്ങനെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുക. മറ്റൊരു നിർണായകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ ലോകത്തിൽ 154 ബൈബിൾ സൊസൈറ്റീസ് ഉണ്ട് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അതിൽ അമേരിക്കൻ ബൈബിൾ സൊസൈറ്റിക്ക് മാത്രമാണ് ഒരു സൈൻ ലാംഗ്വേജിന്റെ ട്രാൻസ്ലേഷൻ ബൈബിൾ ഉള്ളത്. ആംഗ്യ ഭാഷയിലുള്ള ഒരു ബൈബിൾ, കേൾവിയില്ലാത്തവരെയും റീച്ച് ചെയ്യാൻ എല്ലാവർക്കും ബൈബിൾ എന്നുള്ള, എല്ലാവർക്കും ദൈവവചനം എന്നുള്ളതാണ് നമ്മുടെ മോട്ടോ. അപ്പം അവരെയും റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്കൻ ബൈബിൾ സൊസൈറ്റി കഴിഞ്ഞാൽ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ ആംഗ്യ ഭാഷയിലുള്ള ട്രാൻസ്ലേഷൻ ആരംഭിക്കാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ളത് ഈ പുതിയ വർഷത്തിലെ വലിയൊരു തുടക്കമാണ്. അതിൽ തന്നെ എനിക്ക് എടുത്തു പറയാനായിട്ട് പറ്റുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ജനറൽ സെക്രട്ടറി യോനായുടെ പുസ്തകം ആംഗ്യഭാഷയിൽ അത് റിലീസ് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ളതും ഈ 213 വർഷം പിന്നിടുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ഫോർമേഷൻ ഡേയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പം എല്ലാവരെയും റീച്ച് ചെയ്യുവാനായിട്ടുള്ള ഒരു വലിയ ശ്രമമാണ് നമ്മൾ ഒരുമിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് അനേക ദൈവത്തിന്റെ വചനമില്ലാതെ ഈ ലോകത്തിന്റെ പല കോണുകളിലായിട്ടുണ്ട്. ഭാരതത്തിന്റെ മണ്ണിൽ തന്നെ അനേകരെ ദൈവത്തിന്റെ വചനവുമായിട്ട് നമുക്ക് റീച്ച് ചെയ്യണം. കഴിഞ്ഞ വർഷം 174 ഭാഷകളിലേക്ക് ഇന്ത്യയുടെ മണ്ണിൽ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. എന്നാൽ ഇന്ന് നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരു 4 ഭാഷയിലേക്കും കൂടെ 178 എന്ന ആ സംഖ്യ പുരോഗമിക്കുവാനായിട്ട് നമുക്ക് ഇടയായി തീർന്നു. ഒരു ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ കുറഞ്ഞത് 5 മുതൽ 10 വർഷം വരെ എടുക്കും. ചില ബൈബിൾ പ്രോജക്ട്സ് ഒക്കെ ലിപിയൊക്കെ ഉണ്ടാക്കി ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ 20 വർഷം വരെയും എടുക്കുന്ന പ്രോജക്റ്റുകളുണ്ട്. അപ്പം ഇത് നമ്മുടെ വലിയൊരു ശുശ്രൂഷയുടെ ഒരു വലിയ കണ്ണിയാകാനുള്ള ഒരു ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഭാരതത്തിന്റെ മണ്ണിൽ നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്ന കേരളത്തിന്റെ ഭാഷയിൽ, മലയാള ഭാഷയിൽ നമുക്ക് കഴിഞ്ഞ വർഷം 60 വെറൈറ്റീസിലായിരുന്നു ബൈബിൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് മലയാള ഭാഷയിൽ തന്നെ 85ഓളം വെറൈറ്റീസിൽ ഇന്ന് നമ്മുടെ ബൈബിൾ ഗ്യാലറി, ബൈബിൾ ഹൗസിൽ നമുക്ക് വെറൈറ്റി ബൈബിൾസ് ഉണ്ട്. മൊത്തത്തിൽ നോക്കിയാൽ 140ഓളം വെറൈറ്റി ബൈബിളുകൾ ബൈബിൾ സൊസൈറ്റി കേരള ഓക്സിലറിയിൽ തന്നെ പല ലാംഗ്വേജസിലായിട്ട് നമുക്കുണ്ട്. ഇത്രയും വെറൈറ്റീസിലൊക്കെ ബൈബിൾ ഉള്ളപ്പം തങ്ങളുടെ ഹൃദയഭാഷയിൽ ഒരു ബൈബിൾ പോലും ഇല്ലാത്ത ആളുകൾ എത്രമാത്രമാണ് എന്ന്, അവരുടെ പ്രയാസം എന്താണെന്ന് ഒരുപക്ഷെ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നൊന്ന് റീതിങ്ക് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. നമ്മൾ ഇതിന്റെ ശുശ്രൂഷയിൽ ഒരു ലീഡറായിട്ട് പ്രവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ബൈബിൾ സൊസൈറ്റിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ചെറുതും വലുതുമായ ഒരു ചെറിയ തുക സംഭാവന ചെയ്യുമ്പോൾ അറിയാതെ അത് ദൈവത്തിന്റെ വചനമായിട്ട് മറ്റൊരാൾക്ക് എത്തിച്ചേരുകയാണ്. അതാണ് വലിയ ശുശ്രൂഷ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എങ്ങനെ നമുക്ക് ഈ ശുശ്രൂഷയുടെ ഭാഗമാകാം? ഈ മാർച്ച് മാസം 27-ാം തീയതി ബൈബിൾ സൊസൈറ്റിയുടെ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന അവസരത്തിൽ നമുക്ക് ഒരുമിച്ച് കേരളത്തിന്റെ മണ്ണിൽ നിന്ന് കണ്ടെത്തേണ്ടത് 1,40,00,000 രൂപയാണ്. കഴിഞ്ഞ വർഷം ദൈവത്തിന്റെ കൃപയാൽ 1,35,00,000 നമ്മുടെ ടാർഗറ്റ്. അത് 1,84,00,000 രൂപ കളക്ട് ചെയ്ത് നമുക്ക് ബാംഗ്ലൂർ സെൻട്രൽ ഓഫീസിലേക്ക് അടയ്ക്കാനായിട്ട് സഹായിച്ചു. അതിലൂടെ അനേക ദൈവത്തിന്റെ വചനം അറിയാനായിട്ട് ഇടയായി. ഈ വർഷവും നമ്മുടെ ടാർഗറ്റ് അപ്പുറമായുള്ള ഒരു തുക നമുക്ക് കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇതുവരെയും ബൈബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സംഭാവനയെങ്കിലും കൊടുക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനായിട്ടുള്ളത്, ഒന്നാമതായിട്ട് ഈ ആവശ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക, ഈ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം സഹായിക്കുന്നു, ദൈവം അനുഗ്രഹിക്കുന്നുവെങ്കിൽ സന്തോഷത്തോടെ നിങ്ങളുടെ മാർച്ച് മാസത്തിലെ ദശാംശം എന്ന് പറഞ്ഞത് 10-1 നമുക്ക് ആകെ ലഭിക്കുന്ന വരുമാനത്തിന്റെ 10-1 അത് ബൈബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങളുടെ ഒരു സംഭാവനയായിട്ട് കൈമാറുക, ഓക്സിലറിക്ക് അയച്ചു തരിക. ഓൺലൈനായിട്ടോ ക്യാഷ് ആയിട്ടോ ഒക്കെ നമുക്കത് ട്രാൻസ്ഫർ ചെയ്യാം. കുറഞ്ഞത് നമ്മുടെ ദശാംശം. അങ്ങനെ ഈ ശുശ്രൂഷയുടെ ഭാഗമാകാം. എല്ലാവർക്കും അച്ഛന്മാരോ ഉപദേശിമാരോ പാസ്റ്റേഴ്സോ ഒന്നും ആകാൻ പറ്റത്തില്ല. പക്ഷെ ഇങ്ങനെയുള്ള വേദപുസ്തകത്തിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഇടപെടലിന് വേണ്ടി കൊടുക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ സുവിശേഷത്തിന്റെ ഒരു കണ്ണിയായിട്ട്, ഒരു സുവിശേഷകനായിട്ട്, ഒരു മിഷണറി ആയിട്ട് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് ഒരിക്കൽ കൂടെ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 213 വർഷക്കാലം നമുക്ക് ഇന്ത്യയുടെ മണ്ണിൽ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രഘോഷകരായിട്ട്, വിതരണക്കാരായിട്ട് നിലനിൽക്കാൻ ഇടയായി. ഇനിയും ഈ ശുശ്രൂഷയിൽ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധമായിട്ടുള്ള നിങ്ങളുടെ സഹകരണത്തിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു.
ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.